BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ ഇന്റർനാഷണൽ എയർ ഷോയ്ക്ക് ഇന്ന് തുടക്കമാകും. 125ലധികം വിവിധ എയർക്രാഫ്റ്റുകളുടെ പ്രദർശനമാണ് ഇന്ന് മുതൽ 15 വരെ സഖീർ എയർബേസിൽ നടക്കുന്ന ഇന്റർനാഷണൽ എയർ ഷോയിലുണ്ടാവുക. ലോകോത്തര ഫ്ലൈയിംഗ് ഡിസ്പ്ലേകൾ ഒരുക്കാൻ വിവിധ രാജ്യങ്ങളുടെ എയറോബാറ്റിക് ടീമുകൾ തങ്ങളുടെ ആധുനിക വിമാനങ്ങളുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ 2 C-17 കാർഗോ വിമാനങ്ങൾ സഖീർ എയർബേസിൽ കഴിഞ്ഞയാഴ്ച ഇറങ്ങിയിരുന്നു. ഇന്ത്യൻ എയറോബാറ്റിക് ടീം സാരംഗിന്റെ 4 ഹെലികോപ്റ്ററുകൾ ഈ കാർഗോ വിമാനങ്ങളിലുണ്ട്. പാകിസ്ഥാൻ വ്യോമസേനയുടെ വിമാനവും എത്തിയിട്ടുണ്ട്. ഹമദ് രാജാവിന്റെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന ഇന്റർനാഷണൽ എയർ ഷോയുടെ 7ാം പതിപ്പിൽ എയ്റോസ്പേസ് ഡിഫൻസ് ലീഡർമാരുടെ ആഗോള സംഗമം ഉണ്ടാകും. 11 ആഗോള വിമാന നിർമ്മാതാക്കൾ ഉൾപ്പെടെ 135 കമ്പനികളാണ് എയർ ഷോയിൽ പങ്കെടുക്കുന്നത്. 56 രാജ്യങ്ങളിൽ നിന്നുള്ള 223ലധികം ഔദ്യോഗിക പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കും. 20 സർക്കാർ സ്ഥാപനങ്ങൾ പ്രദർശനത്തെ പിന്തുണയ്ക്കുകയും പങ്കെടുക്കുകയും ചെയ്യും. എയർ ഷോയിൽ പൂർണ്ണമായും ബുക്ക് ചെയ്ത ചാലറ്റുകൾ, 60 കമ്പനികളുടെ എക്സിബിഷൻ ഹാൾ, സ്റ്റാറ്റിക് ഫ്ലൈയിംഗ് ഡിസ്പ്ലേകൾ, ഒരു എയർക്രാഫ്റ്റ് ഡിസ്പ്ലേ ഏരിയ, കുടുംബങ്ങൾക്കായി പ്രത്യേക മേഖല എന്നിവയുണ്ടാകും. B-52, F-35, ടൈഫൂൺ, F-16, മിറാഷ് 2000 എന്നിവയുൾപ്പെടെ പുതിയ വിമാനങ്ങളും പ്രദർശിപ്പിക്കും. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ബഹ്റൈൻ മീഡിയ സിറ്റിയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന മെമ്പേഴ്സ് നൈറ്റ് ബാംസൂരി സീസൺ 2 നവംബർ 15 വൈകിട്ട് 5 മണി മുതൽ സഗയ KCA ഹാളിൽ നടക്കും. പരിപാടിയിൽ ആരവം നാടൻപാട്ട് കൂട്ടത്തിന്റെ ഗാനമേള, തിരുവാതിര, സിനിമാറ്റിക് ഡാൻസ്, കരോക്കെ, ഗാനമേള തുടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ബാംസൂരി സീസൺ 2വിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതായി KPF പ്രസിഡന്റ് ജമാൽ കുട്ടിക്കാട്ടിൽ, ജനറൽ സെക്രട്ടറി ഹരീഷ് PK, ട്രഷറർ ഷാജി പുതുക്കുടി എന്നിവർ അറിയിച്ചു. ബഹ്റൈൻ തിരൂർ കൂട്ടായ്മ നവംബർ 8 വെള്ളിയാഴ്ച സഗയ BMC ഹാളിൽ ഓണാഘോഷവും കൂട്ടായ്മയുടെ 6ാം വാർഷികവും ആഘോഷിച്ചു. പരിപാടിയിൽ സാമൂഹിക പ്രവർത്തകൻ സലാം മമ്പാട്ടുമൂലയെ ആദരിച്ചു. അഷ്റഫ് കുന്നത്ത് പറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുജീബ് റഹ്മാൻ സ്വാഗത പ്രസംഗം നടത്തി. വാഹിദ് ബിയാത്തിയിൽ, അനൂപ് റഹ്മാൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത്, ഡോക്ടർ യാസർ ചോമിൽ, ഫസൽ ഹക്ക്, ചെമ്പൻ ജലാൽ, നാസർ മഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. റമീസ് കൽപ്പക നന്ദി രേഖപ്പെടുത്തി. മുഖ്യരക്ഷാധികാരി ഷെമാർ പൊട്ടച്ചോല, ഇസ്മയിൽ കൈനിക്കര എന്നിവരുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അരങ്ങേറി. നജ്മുദ്ദീൻ ശ്രീനിവാസൻ, മമ്മൂക്കുട്ടി, അഷ്റഫ് പൂക്കയിൽ, താജ്ദീൻ, ഷദീസൻ, ഫാറൂഖ് ഇബ്രാഹിം, മെഹർ ഇബ്രാഹിം പരിയാപുരം എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. രാജേഷ് പെരുങ്ങുഴി, സഞ്ജു സനു തുടങ്ങിയവർ പരിപാടിയിൽ അവതാരകരായി. കോഴിക്കോട് സ്വദേശിയും തിരുവള്ളൂർ ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയുമായ റിസ ഫാത്തിമ തറമ്മൽ രചിച്ച 40 കവിതകളുടെ സമാഹാരം 2 വരകൾ കൃതിയുടെ GCC തല ഉദ്ഘാടനം IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് നിർവഹിച്ചു. വടകര MP ഷാഫി പറമ്പിലാണ് കൃതി നാട്ടിൽ പ്രകാശനം ചെയ്തിരുന്നത്. ആദ്യ കോപ്പി കവിയത്രിയും പ്രമുഖ സാമൂഹിക പ്രവർത്തകയും യൂണിവേഴ്സിറ്റി അധ്യാപികയുമായ ഡോക്ടർ ഷെമിലി പി ജോൺ ഏറ്റുവാങ്ങി. റിസ ഫാത്തിമയുടെ വിദ്യാർത്ഥി ജീവിതത്തെ തൊട്ടുണർത്തിയ അനുഭവാശയങ്ങളാണ് കവിതകളിൽ പങ്കുവയ്ക്കുന്നത്. ചടങ്ങിൽ കവിയത്രിയുടെ സഹോദരൻ മുഹമ്മദ് റജാസ്, ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. ദേശാന്തരങ്ങളിലിരുന്ന ദേശം പണിയുന്നവർ എന്ന പ്രമേയത്തിൽ ICF ഇന്റർനാഷണൽ കമ്മിറ്റി 1000 യൂണിറ്റുകളിൽ നടത്തുന്ന യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി മനാമ സുഖ് യൂണിറ്റ് സമ്മേളനം ICF മനാമ കോൺഫറൻസ് ഹാളിൽ വിപുലമായി സംഘടിപ്പിച്ചു. സയ്യിദ് ഫത്താഫ് തങ്ങളും യൂണിറ്റിലെ മുതിർന്ന ICF നേതാക്കളും ചേർന്ന് പതാക ഉയർത്തി. യൂണിറ്റ് പ്രസിഡന്റ് അസീസ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സെൻട്രൽ സംഘടനാ കാര്യ സെക്രട്ടറി ഹുസൈൻ സഖാഫി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ പ്രസിഡന്റ് അബ്ദുറഹീം സഖാഫി പ്രമേയ പ്രഭാഷണം നടത്തി. SYS പ്ലാറ്റിനം ഇയർ സമ്മേളനത്തിന്റെ ഐക്യദാർഢ്യ പ്രഭാഷണം നാഷണൽ സംഘടനാ പ്രസിഡന്റ് ഷാനവാസ് മദനി നിർവഹിച്ചു. KMCC ദേശീയ ആക്ടിംഗ് പ്രസിഡന്റ് ഗഫൂർ കയ്പമംഗലം, ഹോപ്പ് ബഹ്റൈൻ കമ്മിറ്റി അംഗം ഷബീർ ബാഹി, സിയാദ് വളപട്ടണം എന്നിവർ സമ്മേളനത്തിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. നാഷണൽ അഡ്മിൻ സെക്രട്ടറി ഷമീർ പന്നൂർ പ്രവാസി വായന പ്രഖ്യാപനം നടത്തി. സമ്മേളന സന്ദേശം, റിഫായി കെയർ എന്നീ ഡോക്യുമെന്ററികളുടെ പ്രദർശനത്തിന് നാഷണൽ സംഘടനാ സെക്രട്ടറി ഷംസുദ്ദീൻ പൂക്കയിൽ നേതൃത്വം നൽകി. സമ്മേളന സ്മാരകമായി ICF പ്രഖ്യാപിച്ച റിഫായി കെയർ പദ്ധതിയിലൂടെ 1000 ഓട്ടിസം ബാധിച്ച കുട്ടികളെ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി 4 കുട്ടികളെ മനാമ യൂണിറ്റ് ഏറ്റെടുത്തു. കൊളാഷ് ഡോക്യുമെന്ററി പ്രദർശനവും വ്യായാമ പരിശീലനവും നടന്നു. മുഹമ്മദ് അലി മാട്ടൂൽ, മുഹമ്മദ് ഷരീഫ്, അഷ്റഫ് റാമത്ത് എന്നിവരെ ആദരിച്ചു.
കോൺഗ്രസ് നേതാവും മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയുമായിരുന്ന MT പത്മയുടെ നിര്യാണത്തിൽ IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി. കൊയിലാണ്ടി MLA, കോഴിക്കോട് കോർപ്പറേഷൻ ജനപ്രതിനിധി, കോൺഗ്രസ് പാർട്ടിയുടെ വിവിധ ഭാരവാഹിത്വങ്ങൾ അടക്കം ഒട്ടേറെ പൊതുപ്രവർത്തന, ഭരണഘടനാ മേഖലകളിൽ ശ്രദ്ധേയമായ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള വ്യക്തിയായിരുന്നു MT പത്മ എന്ന് IYCC ബഹ്റൈൻ അനുശോചന കുറിപ്പിൽ അറിയിച്ചു. വിമാനങ്ങളിൽ ഹലാൽ ഭക്ഷണങ്ങൾ ഇനി മുതൽ പ്രത്യേക വിഭവമായിരിക്കുമെന്ന് എയർ ഇന്ത്യ. മുസ്ലിം യാത്രക്കാർക്ക് മാത്രമേ ഹലാൽ ഭക്ഷണം ലഭ്യമാകൂ എന്നും മുൻകൂട്ടി ഓർഡർ ചെയ്യണമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. മുൻകൂട്ടി ബുക്ക് ചെയ്ത ഭക്ഷണങ്ങളിൽ മാത്രമേ ഇനി മുതൽ മുസ്ലിം മീൽ എന്ന് അടയാളപ്പെടുത്തുകയുള്ളൂ. ഇത് സ്പെഷ്യൽ ഫുഡ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. മുസ്ലിം മീൽ വിഭാഗത്തിന് മാത്രമേ ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂവെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. വിമാനത്തിലെ ഭക്ഷണത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഉടലെടുത്ത സാഹചര്യത്തിലാണ് പുതിയ നിലപാടുമായി എയർ ഇന്ത്യ രംഗത്തെത്തിയത്. സ്കൂൾ വിദ്യാർത്ഥിനികൾക്കുള്ള ആർത്തവ ശുചിത്വ നയം അംഗീകരിച്ച കേന്ദ്രം. സുപ്രീം കോടതിയിൽ കേന്ദ്രം സത്യവാങ്മൂലം നൽകി. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായ സാനിറ്ററി പാഡുകൾ നൽകാനും മനോഭാവം മാറ്റാനും ലക്ഷ്യമിട്ടാണ് നയം. ആർത്തവ ശുചിത്വ രീതികൾ പ്രോത്സാഹിപ്പിക്കുകയാണ് പുതിയ നയത്തിന്റെ ലക്ഷ്യം. വനിതാ ശിശുക്ഷേമ മന്ത്രാലയം രൂപീകരിച്ച നയത്തിന് നവംബർ 2 ആരോഗ്യ മന്ത്രാലയം അംഗീകാരം നൽകി. സർക്കാർ എയ്ഡഡ് സ്വകാര്യ സ്കൂളുകളിൽ ഉൾപ്പെടെ രാജ്യത്തെ 97% സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. സ്കൂളുകളിൽ വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായ സാനിറ്ററി പാഡുകൾ നൽകും. 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഈ മാസം 20 മുതൽ 28 വരെ ഗോവയിൽ നടക്കും. 81 രാജ്യങ്ങളിൽ നിന്നായി 180 ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. ഓസ്ട്രേലിയയാണ് ഇത്തവണത്തെ ചലച്ചിത്രമേളയുടെ ഫോക്കസ് താരം. ബ്രിട്ടീഷ് പോപ്പ് താരം റോബി വില്യംസിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയ ഓസ്ട്രേലിയൻ ചിത്രമായ ബെറ്റർ മാൻ ആണ് ഉദ്ഘാടന ചിത്രം. മികച്ച ഇന്ത്യൻ നവാഗത സംവിധായകനായി ഏർപ്പെടുത്തിയ പുതിയ പുരസ്കാരത്തിനായി രാകേഷ് നാരായണൻ സംവിധാനം ചെയ്ത മലയാള ചിത്രം തണുപ്പ് ഉൾപ്പെടെ 5 സിനിമകൾ മത്സരിക്കും. ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ രൺദീപ് ഹൂഡ സംവിധാനം ചെയ്ത വീർ സവർക്കറാണ് ഉദ്ഘാടന ചലച്ചിത്രം. ഓസ്ട്രേലിയൻ സംവിധായകനായ ഫിലിപ്പ് നോയ്സിന് സത്യജിത് റായ് ആജീവനാന്ത പുരസ്കാരം സമ്മാനിക്കും. മികച്ച നവാഗതനുള്ള ഇന്ത്യൻ സംവിധായകനുള്ള പുരസ്കാരവും ഇക്കുറി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 15 ലോക പ്രീമിയറുകൾ, 3 ഇന്റർനാഷണൽ പ്രീമിയറുകൾ, 40 ഏഷ്യൻ പ്രീമിയറുകൾ, 106 ഇന്ത്യൻ പ്രീമിയറുകൾ എന്നിവയുൾപ്പെടെയാണ് ചലച്ചിത്രോത്സവത്തിൽ അണിനിരക്കുന്നതെന്നും വാർത്താ വിതരണ മന്ത്രാലയം സെക്രട്ടറി സഞ്ജയ് രാജു ഡൽഹിയിൽ പറഞ്ഞു. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സർക്കാരിനെതിരെ ലത്തീൻ സഭ. തീരുമാനം നീണ്ടുപോകുന്നതിൽ പ്രതിഷേധമറിയിച്ച് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ രംഗത്തെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുഭാവപൂർവ്വം നടത്തിയ പ്രതികരണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രശ്നം പരിഹരിക്കാൻ സർവകക്ഷി യോഗം വിളിക്കണം. നടക്കുന്നത് മതസൗഹാർദ്ദം തകർക്കും വിധമുള്ള ഇടപെടലുകളെന്നും തോമസ് ജെ നെറ്റോ പറഞ്ഞു. ഒരു ജനതയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണിത്. ഉപതെരഞ്ഞെടുപ്പിന്റെ പേരിൽ വിഷയത്തിൽ ഇടപെടാൻ വൈകുന്നു. നീണ്ടുപോയാൽ തൽപര കക്ഷികൾക്ക് അവസരമാകുമെന്നും തോമസ് ജെ നെറ്റോ പറഞ്ഞു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.